വേതാളമേറിയാളി വാഴുക ദേവ്യേ, അരമകളാടി ഉലഞ്ഞാടി വാഴ്ക വാഴ്ക തമ്പുരാട്ടിയേ. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട് നീരാട് നീരാട്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. എരിവേറ്റിയ വറ്റമുളകോ പെണ്ണെ നിൻ മനസ്സ്, ജട കെട്ടിയ കാർമുടിക്കെന്തിനീ മുല്ലപ്പൂ മലര്. കളി തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊൻചിലമ്പ്, തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മേ നീയടങ്ങ്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. ദിക്കുകൾ നാലിട്ടും പൊട്ടിയടരും പടക്കൊപ്പുകൾ കൂടുന്നേ, ഈ കലികാലത്തിൽ പോർക്കലി തീർപ്പാൻ ശ്രീനേർക്കലി നീ വേണം. തുടിതാളത്തിലാടിയ താതന്റെ ഈ മകളെ ശ്രീ കുറുമ്പേ, ഈ മകളെ ശ്രീ കുറുമ്പേ. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. വരി നെല്ലരിഞ്ഞ് പനമ്പായിലുണക്കി ആറ്റുമ്പോൾ രണഭൂതലത്തിൽ കൊടും വൈരിക കാലനെറിഞ്ഞോളെ. വരി നെല്ലരിഞ്ഞ് പനമ്പായിലുണക്കി ആറ്റുമ്പോൾ രണഭൂതലത്തിൽ കൊടും വൈരിക കാലനെറിഞ്ഞോളെ. തലയോടുകളാടിയുലഞ്ഞോ പെണ്ണെ നിൻ കളത്തിൽ, കൊടും വൈരിക കാലനെറിഞ്ഞോളെ. പദമുനിയ നാട്യവിലാസം പകയോടെ നീയാടി കലാശം, വലം കാൽച്ചിരം മൂലിയുടച്ചിങ്ങ് തെക്കോട്ട് പോന്നോളെ. മുടിയാടി കാവിനെ തേറിട്ട് കാന്തി പകർന്നോളെ. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. എരിവേറ്റിയ വറ്റമുളകോ പെണ്ണെ നിൻ മനസ്സ്, ജട കെട്ടിയ കാർമുടിക്കെന്തിനീ മുല്ലപ്പൂ മലര്. കളി തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊൻചിലമ്പ്, തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മേ നീയടങ്ങ്. ഇതുപോലൊരു പെൺമണി വേണം, മകളായവൾ വന്നിറങ്ങേണം. നെറികേടുകൾ വെട്ടിയറിഞ്ഞവൾ ആടിത്തെളിയേണം. നെടുനായകിയായവൾ നാടിന് കൺമണിയാകേണം. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള്. വൈക എന്തോ
നാടൻ പാട്ട് റൗണ്ടിലെ ഫസ്റ്റ് പെർഫോമൻസ് തന്നെ അടിപൊളി അല്ലേ? താങ്ക് യു. ആ മറ്റു സാധനം ഇടയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അത് കണ്ടായിരുന്നോ? ഇടയ്ക്ക് ചിരി, ഇടയ്ക്ക് മറ്റേ കണ്ടായിരുന്നോ വൈക ചെയ്തത്? അതെ, അത് നമ്മൾ അത്ര കൂലങ്കുഷമായിട്ട് നോക്കാൻ പറ്റിയില്ല. അത് നമുക്കൊന്ന് കാണാം. ഷീനു ചേട്ടാ. എരിവെറ്റിയ വറ്റമുളകോ പെണ്ണെ നിൻ മനസ്സ്, ജട കെട്ടിയ കാർ മുടിക്കെന്തിനീ മുല്ലപ്പൂ മലര്, കളി തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊഞ്ചിലമ്പ്, തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മ നീ അടങ്ങ്. ഭീകര മക്കളെ, വെരി ഗുഡ് കേട്ടോ. നമ്മളത് പാട്ട് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് വിട്ടുപോയതാ കേട്ടോ. അത് വളരെ അടുത്ത് നിന്നാലേ അത് മനസ്സിലാവത്തുള്ളൂ. ഇറ്റ്സ് ഓക്കെ. ഇപ്പൊ ഷാനും എനിക്കൊക്കെ കുറച്ച് കണ്ണിന് പ്രോബ്ലം ഉണ്ട്. ഓക്കെ, നമുക്കിപ്പോ ചോദിക്കാം. ശരത് സർ, ഒട്ടും കണ്ണ് കാണാൻ വയ്യാത്ത ഒരാളെ തൊട്ടത്. എന്തൊക്കെയല്ലേ മോളെ? ബൈക്കാ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു മോളെ. അത് എൻ്റെ ഒരു എന്താ പറയണ്ട, ഒരു നീ ചെയ്തതും പിന്നെ കൂടെ പെർഫോം ചെയ്തവരും ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പൊ ആരാണ് മോളെ കമ്പോസ് ചെയ്തത്? ഷൈജു അവറാൻ ആണോ? അപ്പൊ ഷൈജു വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. കുറെ സന്തോഷം. ഇപ്പൊ മക്കൾ നന്നായിട്ട് പാടി. ലിറിക്സോ? കണ്ണൻ മംഗലത്ത്. ഓ ദൈവമേ. അപ്പൊ മോളെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. വൈക കാലക്കിയടി. താങ്ക് യു സർ. ഒരു ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് പുറകിലുള്ള LED ഫയറും മുമ്പുള്ള ഡാൻസേഴ്സും കൊറിയോഗ്രാഫി ഒക്കെ ഉഗ്രനായിരുന്നു. അത് നന്നായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു മൊത്തത്തിൽ. കൊറിയോഗ്രാഫി ആണെങ്കിലും സിംഗിങ് ആണെങ്കിലും മോളെ അടിപൊളിയായിട്ട് പാടുവാളെ. താങ്ക് യു ഷാനിക്ക. കുഞ്ഞ് ശ്രുതി പ്രശ്നങ്ങൾ 1-2 സ്ഥലങ്ങളിൽ ഉണ്ടായി എന്നല്ലാതെ, പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. അടിപൊളി. താങ്ക് യു ഷാനിക്ക. ശ്രീനി സർ. വൈഗ, സോ എനിക്ക് ഐ റിയലി ലൈക്ക് യുവർ സിംഗിങ്. ആ സിംഗിങ് ആണ് എനിക്ക് അത്ര ഇഷ്ടമായത്. അത് മേ ബി വളരെ കംഫർട്ടബിൾ ആയിട്ടൊരു റേഞ്ചിലാണെന്ന് തോന്നുന്നു. യു ആർ സോ കംഫർട്ടബിൾ. ഈ പാട്ടിൻ്റെ റേഞ്ച് ആൻഡ് എവറിത്തിങ്, യുനോ, സ്ട്രഗിൾ എന്നുള്ള സാധനമല്ല, എഫേർട്ട്ലെസ് സിംഗിങ് ആയിരുന്നു. ഈ എഫേർട്ട്ലെസ് സിംഗിങ് ആണല്ലോ നമ്മളെപ്പോഴും ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് വെറുതെ ഇങ്ങനെ മൂളിപ്പാട്ട് പാടുമ്പോൾ എഫേർട്ട്ലെസ് ആയിട്ടാണല്ലോ പാടുന്നത്. അതുപോലെയാണ് പാടിയത്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ടു വാച്ച്. സോ ബ്യൂട്ടിഫുൾ. വൈഗ, യു സാങ് ഇറ്റ് സോ ബ്യൂട്ടിഫുള്ളി. എനിക്ക് ഐ എം റിയലി ക്യൂരിയസ്. വൈഗ മറ്റേ ബാക്കിയുള്ള പാട്ടുകൾ ഇങ്ങനെ പാടും. ഐ തിങ്ക് ഇത്രയും പ്രെസിഷനോട് പാടുന്ന സിംഗേഴ്സ് ഇസ് അമേസിംഗ്, യു നോ, ടു സീ. വൈഗ സൂപ്പർ. ഇനി കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് വേറെ പാട്ടുകൾ വൈഗ എങ്ങനെ പാടുന്നു എനിക്ക് ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു. ഗ്രേറ്റ് സ്റ്റഫ്. താങ്ക് യു സർ. താങ്ക് യു ശ്രീനി സർ. അതല്ല അണ്ണ, ഞാൻ വേറൊരു കാര്യം പറയാം. എനിക്ക് ഇവിടെ ഒരു സിംഗിങ് സ്റ്റൈലും പിന്നെ ആ ഒരു ടോണും ഒക്കെ കുറെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അവളെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു സംഭവത്തിന് ഞാൻ അതെടുത്ത് പാടിക്കും. സത്യം. അല്ലല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. എന്റെ മാനേജർക്ക് അവിടെ വോയിസ് ക്ലിപ്പ് ഒക്കെ അയച്ചു കൊടുപ്പിച്ച. എപ്പോഴാണ് വൈകേനാൻ ഏത് പാട്ട് പാടിയപ്പോൾ അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചത്? അല്ല, ഞാനത് അവിടെ പാടുമ്പോഴൊക്കെ ഒരു പാട്ടല്ല, അവിടെ ഒരു ടോൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെയാണ് അത് നമുക്കതൊന്ന് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാനത് എൻ്റെ മാനേജറിന് വോയിസ് ക്ലിപ്പൊക്കെ അയക്കാൻ പറഞ്ഞു. മോള് ആദ്യം തൊണ്ടയടപ്പോടെ അയച്ചു. പിന്നെ അതിന് ശേഷം ഇപ്പോൾ തൊണ്ടയടപ്പ് കുറച്ച് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ അയച്ചു. ഇപ്പോൾ തൊണ്ടയടപ്പ് കംപ്ലീറ്റ് ഇല്ല എന്ന് പറഞ്ഞ് വേറെ അങ്ങനെ ഒരു 5-6 കിടപ്പുണ്ട്. ഡെയിലി അവിടെ ഒരു എന്താ പറയുക, ഇന്ന് ഒട്ടും തൊണ്ടയടപ്പില്ല അത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പാടും. പക്ഷെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് മോളെ, കേട്ടു ഞാൻ കേട്ടോ. അപ്പം നമുക്ക് ഡെഫിനറ്റായിട്ട് എന്തെങ്കിലും ചെയ്യാം ഉറപ്പായിട്ട്. കാര്യം ഞാനിങ്ങനെ ഒരു റിയാലിറ്റി ഷോയിലിരിക്കുമ്പോൾ അന്ന് വന്ന ഗസ്റ്റ് കഴിക്കുന്ന സമയത്തിരുന്ന് എന്തോ പാടി. അപ്പം ഞാൻ ചോദിച്ചു, നീ പാടുമോ? പണ്ട് പഠിച്ചിരുന്നു, ഇപ്പം പാട്ടില്ല. ഞാൻ പറഞ്ഞു, അത് കൊള്ളാം, നിൻ്റെ ടോൺ എനിക്കിഷ്ടമായി. അങ്ങനെയുള്ള കേട്ട ഒരൊറ്റ ഇത് വെച്ചിട്ടാണ് ഞാൻ ആണ്ടേലോണ്ടേ എന്നുള്ള പാട്ട് രമ്യ നമ്പീശനെ വിളിച്ച് പാടിച്ചത്. ഞാൻ ഒരു തവണ കേട്ടിട്ടുണ്ട് രമ്യ പാടുന്നത്. അപ്പം എനിക്ക് അവിടെ ടോൺ കറക്റ്റ് ആയിരിക്കുമെന്ന് തോന്നി. അത് വിളിച്ച് പാടിച്ച് അത് ഹിറ്റ് ആവുകയും ചെയ്തു. ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. എന്നായിരിക്കും ഒരു മൊമെന്റ്? അധികം വൈകില്ല അല്ലേ? അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാലേ ഷാനിക്ക? സൂപ്പർ, കൺഗ്രാറ്റുലേഷൻസ്. നല്ലത് സംഭവിക്കട്ടെ. അതെ.
അപ്പോ ഇനി മാർക്സ് ചോദിക്കാം. ശരത് സർ. 8.5. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക. 8.5. താങ്ക് യു ഷാനിക്ക. ഓക്കെ, സോ ടോട്ടൽ 17 മാർക്സ്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. Thank you. ശ്രീനി സാറിന്റെ മാർക്ക് അവിടെ ഹൈഡ്. സാർ ഇട്ട് കഴിഞ്ഞു. സേഫ് ആണ്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇനി നമുക്ക് 2 റൗണ്ട്സ് ഉണ്ട്, അടിപൊളിയാക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.